ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. റഷ്യയ്ക്കെതിരെ ദീർഘദൂര ആക്രമണങ്ങൾക്ക് യുഎസിന്റെ ആയുധങ്ങൾ, യുക്രൈനിന്റെ വിലക്ക് നീക്കി ബൈഡൻ. നിർണായക നീക്കം. വാഷിംഗ്ടൺ. യുഎസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിൽ യുക്രൈനിന് മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ. വരുന്ന ദിവസങ്ങളിൽ റഷ്യയ്ക്കെതിരെ ആദ്യമായി ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യുഎസിന്റെ നിലപാട് മാറ്റം. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസ് തയ്യാറായില്ല. യുഎസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി മാസങ്ങൾക്കു മുൻപ് യുഎസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ജോ ബൈഡൻ യുഎസ് പ്രസിഡന്റ് പദമൊഴിയാൻ 2 മാസം മാത്രം ശേഷിക്കെയാണ് നിർണായക തീരുമാനം. യുക്രൈൻ യുദ്ധമുഖത്ത് റഷ്യക്കൊപ്പം ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിച്ച നീക്കത്തിനു പിന്നാലെയാണ് യുക്രൈന് സഹായകരമായി യുഎസിന്റെ നീക്കം. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനം. പാലക്കാട്. ഒട്ടേറെ രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്കൊടുവിൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനം. അവസാന നിമിഷത്തിലും എന്തെങ്കിലും ഞെട്ടിക്കലുകൾ നേതാക്കൾ ഒരുക്കിവച്ചിട്ടുണ്ടോ എന്ന കാത്തിരിപ്പിലാണു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ. നേതാക്കളുടെ മുന്നണിമാറ്റവും കള്ളപ്പണ ആരോപണവും വ്യാജവോട്ടും ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങൾ ചർച്ചയായപ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമായി പാലക്കാട് മാറി. ദേശീയ, സംസ്ഥാന നേതാക്കളും യുവജന, വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമെല്ലാം ദിവസങ്ങളോളം പാലക്കാട് ക്യാമ്പ് ചെയ്തു പ്രചാരണത്തിന് നേതൃത്വം നൽകി. പാലക്കാട് നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹോട്ടൽ മുറികൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 20 വരെ ഫുൾ ആണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനുശേഷം 23-ന് തന്നെ ജനവിധി അറിയാമെന്ന പ്രത്യേകതയുമുണ്ട്. 1.5 മാസം നീണ്ട പരസ്യപ്രചാരണത്തിനു ശേഷം ഇന്ന് നടക്കുന്ന കലാശക്കൊട്ട് ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. ചേലക്കരയിലും വയനാട്ടിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ അവിടുത്തെ സ്ഥാനാർത്ഥികളും പ്രചാരണത്തിനു പാലക്കാട്ടെത്തിയിട്ടുണ്ട്. ആവേശം അതിരു കടക്കാതെ സുരക്ഷ ഒരുക്കാനുള്ള നടപടികൾ പോലീസും പൂർത്തിയാക്കി. നാളെ നിശബ്ദമായി അവസാനതന്ത്രങ്ങൾ പയറ്റുന്ന തിരക്കിലാകും സ്ഥാനാർത്ഥികളും നേതാക്കളും. കുറുവ സംഘത്തിന്റെ മോഷണം. ഗ്രീൻ സിഗ്നലായി നെഞ്ചിലെ പേര്. പിന്തുടർന്ന് പോലീസ് എത്തിയത് കുണ്ടന്നൂരിൽ. ആലപ്പുഴ. കൊച്ചി കുണ്ടന്നൂർ മേൽപ്പാലത്തിനു താഴെ നിന്നു ശനിയാഴ്ച രാത്രി മണ്ണഞ്ചേരി പോലീസ് സാഹസികമായി പിടികൂടിയ കുറുവ സംഘാംഗം തമിഴ്നാട് തേനി കാമാക്ഷിപുരം ചന്ദനമാരിയമ്മൻ കോവിൽ സ്ട്രീറ്റിൽ സന്തോഷ് ശെൽവം 25 തന്നെയാണു ജില്ലയിലെ 2 മോഷണക്കേസിലെ പ്രതിയെന്ന് സ്ഥിരീകരിച്ചു. മണ്ണഞ്ചേരിയിൽ വീടുകളുടെ പിൻവാതിൽ പൊളിച്ച് അകത്തുകയറി സ്ത്രീകളുടെ ആഭരണങ്ങളാണ് കവർന്നത്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യത്തിൽ കാണുന്ന രണ്ടാമനെപ്പറ്റി വിവരം ലഭിച്ചെന്നു പോലീസ് അറിയിച്ചു. കുണ്ടന്നൂരിൽ നിന്നു സന്തോഷിനൊപ്പം പിടിയിലായ മണികണ്ഠന് മോഷണത്തിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഗ്രീൻ സിഗ്നലായി നെഞ്ചിലെ പേര്. സന്തോഷ ശെൽവം നെഞ്ചിൽ പച്ച കുത്തിയത് ഭാര്യയുടെ പേര് ജ്യോതി. മോഷണം നടന്ന കോമളപുരത്തെ CCTV ക്യാമറകൾ അത് കണ്ടു. ആ പച്ചപ്പേര് അന്വേഷണത്തിൽ പോലീസിനു ഗ്രീൻ സിഗ്നലായി. സന്തോഷിനെ പിടികൂടിയപ്പോൾ ആദ്യം നോക്കിയത് നെഞ്ചിലാണ്. അതോടെ ഉറപ്പായി പ്രതി ഇതുതന്നെ. മോഷണ സമയത്ത് കയ്യുറയും മുഖംമൂടിയും ധരിക്കുന്നതിനാൽ ഒരു തെളിവും ശേഷിപ്പിക്കാറില്ല കുറുവ സംഘങ്ങൾ. കുഴങ്ങിയ പോലീസിനു പച്ചകുത്തൽ കച്ചിത്തുരുമ്പായി. തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പച്ചകുത്തിയ സ്ഥിരം മോഷ്ടാക്കളുടെ വിവരങ്ങൾ തേടി. അങ്ങനെയാണ് സന്തോഷിലേക്ക് എത്തിയത്. കുറുവ സംഘത്തിൽ നിന്നു പിരിഞ്ഞ മുൻ മോഷ്ടാക്കളെയും ബന്ധപ്പെട്ടു. പാലായിലെ മോഷണക്കേസിൽ പ്രതിയായ ഒരാളിൽ നിന്നാണ് കൂടുതൽ വിവരം കിട്ടിയത്. മോഷണം നിർത്തി നല്ല നടപ്പിലായിരുന്നു ഇയാൾ. ആദ്യം സന്തോഷിന്റെ പഴയ മൊബൈൽ നമ്പറും പിന്നാലെ ഇപ്പോഴത്തെ നമ്പറും കണ്ടെത്തി. ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ കുണ്ടന്നൂർ. 4 ദിവസത്തെ ഓപ്പറേഷൻ. മണ്ണഞ്ചേരി പോലീസ് വേഷം മാറി 4 ദിവസമാണു കുണ്ടന്നൂർ പാലത്തിനടിയിലെ സംഘത്തെ നിരീക്ഷിച്ചത്. ശനിയാഴ്ച വൈകിട്ട് പാലത്തിനു താഴെയെത്തി അവിടെ കൂടാരമുണ്ടാക്കി താമസിക്കുന്നവരെ ചോദ്യം ചെയ്ത ശേഷം സന്തോഷിനെയും മണികണ്ഠനെയും കസ്റ്റഡിയിലെടുത്തു. അതോടെ സംഘത്തിലെ സ്ത്രീകൾ പൊട്ടിത്തെറിച്ച് പോലീസിനെ വളഞ്ഞു. ആ തക്കം നോക്കിയാണ് സന്തോഷ് കടന്നത്. തവളയെപ്പോലെ 2 ചാട്ടം ചാടി ഇയാൾ അടുത്തുള്ള തോട്ടിലെത്തുന്നതു കണ്ട് പോലീസ് അന്തം വിട്ടു. കൂടാരത്തിനകത്ത് സന്തോഷ് ഒളിച്ചിരുന്നത് ഒരു കുഴിയിലാണ്. സമീപം വലിയൊരു കത്തി. മോഷണത്തിനും വാതിൽ പൊളിക്കാനും ആക്രമണത്തിനുമുള്ള ആയുധം. സന്തോഷിനു കത്തിയെടുക്കാൻ സമയം കിട്ടും മുൻപേ പോലീസ് കീഴടക്കിയതിനാൽ കത്തിക്കുത്തുണ്ടായില്ല. പകൽ മീൻപിടുത്തവും രാത്രി മോഷണവുമാണ് സന്തോഷിന്റെ രീതി. താമസിക്കുന്നത് ഭാര്യയും മക്കളും ബന്ധുക്കളുമൊത്ത്. ഭാര്യയും മറ്റ് സ്ത്രീകളും പകൽ മീൻപിടിക്കും. പരിസരവാസികൾക്ക് ഇവരുടെ രീതികളിൽ സംശയം തോന്നിയിരുന്നു. സർക്കാരിന് പിആറും പിആർഡിയും പോരാ, വിവരമറിയിക്കാൻ വരുന്നു പുതിയ ടീം. തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനും വിവിധ പദ്ധതികളുടെ വിവരങ്ങൾ അറിയിക്കാനും പൊതുജന സമ്പർക്ക വകുപ്പും PRD ഒട്ടേറെ PR ഏജൻസികളും നിലവിലിരിക്കെ 10.47 കോടി രൂപ ചെലവഴിച്ച് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നു. സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടീമും എന്റെ കേരളം പോർട്ടലിന്റെ പരിഷ്കരിച്ച പതിപ്പും ഇതിന്റെ ഭാഗമായി നിലവിൽ വരും. തുക കിഫ്ബി വഴി ലഭ്യമാക്കും. പുതിയ സംരംഭങ്ങളുടെ നടത്തിപ്പിനായി തുടക്കത്തിൽ 1 വർഷത്തേക്ക് വിവിധ തസ്തികകളിൽ നിയമനവും നടത്തും. മുഖ്യമന്ത്രിയടക്കം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ വിവരങ്ങൾ സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടീം വഴിയായിരിക്കും ഇനി മുതൽ പുറത്തുവരിക. PR ഏജൻസികളെ സാർവത്രികമായി ആശ്രയിക്കുന്നുവെന്ന ആക്ഷേപത്തിന് തടയിടുക കൂടി പദ്ധതിയുടെ ലക്ഷ്യമാണ്. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള പൊതുജന സമ്പർക്കം കേന്ദ്രീകരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള എന്റെ കേരളം പ്ലാറ്റ്ഫോമിനായി സിഡിറ്റ് ഓഗസ്റ്റിൽ നൽകിയ പദ്ധതിരേഖയ്ക്ക് സർക്കാർ അടിയന്തര അനുമതി നൽകുകയായിരുന്നു.
ഈ മാസം മുതൽ 2026 ഒക്ടോബർ വരെയുള്ള കാലയളവിലേക്കായി 19,22,33,800 രൂപയുടെ എസ്റ്റിമേറ്റാണ് സിഡിറ്റ് ആദ്യം നൽകിയത്. എന്നാൽ തുക കുറയ്ക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പുതുക്കി നൽകിയ 10,47,48,600 രൂപയുടെ പദ്ധതിക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ബജറ്റിലൂടെ നടപ്പാക്കുന്ന സുപ്രധാന വികസന ക്ഷേമ സംരംഭങ്ങൾ, കിഫ്ബി വഴി നടപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ പദ്ധതികൾ, നവകേരള മിഷനുകൾ വഴിയുള്ള നേട്ടങ്ങൾ, സംസ്ഥാനം അംഗീകരിച്ച നയരേഖകൾ, കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ സംസ്ഥാനം സ്വീകരിച്ച സുപ്രധാന നിലപാടുകൾ, ലഭിച്ച ആനുകൂല്യങ്ങൾ എന്നിവ ഇനി എന്റെ കേരളത്തിലാകും പ്രസിദ്ധപ്പെടുത്തുക. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് സെക്രട്ടറി, ചെയർമാൻ, ഡയറക്ടർ, കൺവീനർ, അഡീഷണൽ ഡയറക്ടർമാർ, സിഡിറ്റ് ഡയറക്ടർ, പുറമേനിന്നുള്ള വിദഗ്ധൻ എന്നിവരുൾപ്പെട്ട കോർ ടീം മേൽനോട്ടം വഹിക്കും. പുറമേനിന്നുള്ള സാമ്പത്തിക വിദഗ്ധനെ ഉൾപ്പെടുത്തിയുള്ള മറ്റൊരു കമ്മിറ്റി സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യും. ഓൺലൈനായി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് പണം കൈമാറാൻ കിഫ്ബിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. പുതിയ തസ്തികകൾ: വിദഗ്ധർ കമ്മ്യൂണിക്കേഷൻ, ഫിനാൻസ് 2 പേർ, പ്രോഗ്രാം ഡയറക്ടർ 1 റിസർച്ച് അസോസിയേറ്റ് 12 പേർ, ക്രിയേറ്റീവ് ടീം ഹെഡ് 1 കണ്ടന്റ് ക്രിയേറ്റർ 2 പേർ, മാനേജർമാർ 2 പേർ, ഡിസൈനർ 2 പേർ, വീഡിയോ എഡിറ്റർ 2 പേർ, ഫോട്ടോഗ്രാഫർ 2 പേർ. സംസ്ഥാനത്തെ കോളേജുകളിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച് AISF. തിരുവനന്തപുരം തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക ക്യാമ്പസ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച് AISF. 4 വർഷ ബിരുദ കോഴ്സ് ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള പരീക്ഷാ ഫീസ് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച നടപടി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞ AISF, കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ഇരട്ടിയോളം വർധനവാണ് ഇപ്പോഴത്തെ ഫീസ് നിരക്കിലുണ്ടായിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. പുതിയ സിലബസിന് അനുസൃതമായി താൽപര്യപൂർവ്വം 4 വർഷ ബിരുദത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഈ ഫീസ് വർധനവ്. സാധാരണ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന സർവകലാശാലയുടെ വിദ്യാർത്ഥി വിരുദ്ധമായ ഈ തീരുമാനം പ്രതിഷേധാർഹമാണെന്നും AISF ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കി അത്യന്തം വിദ്യാർത്ഥി വിരുദ്ധമായ കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ ഈ തീരുമാനം പുനഃപരിശോധന നടത്തി പിൻവലിക്കണമെന്നും AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഇടിമിന്നലേറ്റ് വീട് ഭാഗികമായി തകർന്നു. കോഴിക്കോട് ശക്തമായ മഴയിൽ ഇടിമിന്നലേറ്റ് വീട് ഭാഗികമായി തകർന്നു. ചെക്യാട് പാറക്കടവിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. കോയമ്പറം പാലത്തിന് സമീപം കല്ലിക്കുനി ഇസ്മായിലിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. ഇസ്മായിലിന്റെ ഉമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവത്തിൽ ആളപായമില്ല. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം. ഹൈക്കോടതിയിലേക്ക് കോൺഗ്രസ്. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കും. റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും ACP ഉമേഷിനെതിരെയും നടപടി വേണമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ACP ഉമേഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈ മാസം 30-ന് കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. കള്ള വോട്ടാരോപണം പലർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന ആരോപണവുമായിരുന്നു കോൺഗ്രസ് മുന്നോട്ടുവച്ചിരുന്നത്. ഹൈക്കോടതിയുടെ സുരക്ഷാ നിർദ്ദേശം ലംഘിച്ചെന്നാരോപിച്ചാണ് SCBക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. ID കാർഡില്ലാത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചെന്നാണ് റിട്ടേണിംഗ് ഓഫീസർക്കെതിരായ പരാതി. നാളെയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകുക. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ വലിയ സംഘർഷമാണ്. വോട്ടെടുപ്പ് തുടങ്ങിയതു മുതൽ അവസാനം വരെ സംഘർഷഭരിതമായിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM ശ്രമിച്ചുവെന്നും നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിച്ചുവെന്നും കാണിച്ചാണ് കോൺഗ്രസ് ഇന്നലെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. 38,000 വോട്ടർമാരിൽ 8,500 പേർക്ക് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താനായത്. തങ്ങളുടെ അനുഭാവികളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. സോഫ്റ്റ് ബേസ്ബോൾ മലപ്പുറം ചാമ്പ്യന്മാർ. കോടഞ്ചേരി സെന്റ് ജോസഫ് സ്റ്റേഡിയത്തിൽ സമാപിച്ച സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ് ബേസ്ബോൾ ബോയ്സ് ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടിനെ 37-38 തോൽപ്പിച്ച് മലപ്പുറം ജില്ല ചാമ്പ്യന്മാരായി. ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ 3ാം സ്ഥാനം പങ്കിട്ടു. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനും കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ വാസുദേവൻ ഞാറ്റുകാലിയിൽ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് റോക്കച്ചൻപുതിയടുത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന അസോസിയേഷൻ സെക്രട്ടറി PM എഡ്വേർഡ്, K ഹംസ, CGNM, വിപിൻ സോജൻ, K അക്ഷയ, വിപിൽ V ഗോപാൽ, AB സെബാസ്റ്റ്യൻ, ജാബിർ ഫവാസ് എന്നിവർ പ്രസംഗിച്ചു. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ വാരാചരണ പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കൊടുവള്ളി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജുമോൻ SP ക്ലാസ് നയിച്ചു. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് ട്രാഫിക് നിയമങ്ങൾ. കാൽനട യാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവ കൃത്യമായി പാലിച്ചാൽ റോഡപകടങ്ങൾ ഒഴിവാക്കാനാകും. നമുക്കൊന്നായി നമ്മുടെ റോഡുകൾ സുരക്ഷിതമാക്കാം എന്ന സന്ദേശം കൈമാറിക്കൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു.
സ്കൗട്ട് മാസ്റ്റർ ഷീൻ പി ജേക്കബ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്കൗട്ട് അലൻ ഷിജോ, ആൽബിൻ സെബാസ്റ്റ്യൻ, ഗൈഡ് ആരതി രാജൻ എന്നിവർ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ഗൈഡ് ക്യാപ്റ്റൻ ലീന സക്കറിയാസ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ട്രൂപ്പ് കമ്പനി പട്രോൾ ലീഡേഴ്സ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുലിക്കയം നരിക്കുന്നേൽ ആഗസ്തി കുഞ്ഞൂട്ടി 90 അന്തരിച്ചു. സംസ്കാരം ഇന്ന് 2024 നവംബർ 18 തിങ്കൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മഞ്ഞുവേൽ സെന്റ് ജോൺസ് ദ ബാപ്റ്റിസ്റ്റ് ദേവാലയ സെമിത്തേരിയിൽ. ഭാര്യ പരേതയായ മേരി വട്ടതറയിൽ കുടുംബാംഗം. മക്കൾ ജോസുകുട്ടി, ആലിസ്. മരുമക്കൾ എൽസി കട്ടിപ്പാറ, ജോയി മുട്ടിതോട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.